ചെയ്തു. മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർപ്പഗന്ധി ഇപ്പോഴും രക്താതി സമ്മർദ്ദത്തിന് കൊടുക്കുന്നുണ്ട്. അത് സീരിയസ് ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പാർക്കിൻസൺസ് ഡിസീസും അതുപോലെയുള്ള പല കാര്യങ്ങളും വരാനുള്ള ഒരു കാരണമാണ്. ഇത് നിങ്ങൾ കാണണം. നമ്മുടെ നാട്ടിൽ സേഫാണ്, മരുന്നാണ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന പല സാധനങ്ങളും യൂറോപ്യൻ യൂണിയനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പറയും ഇതിവിടെ നടക്കില്ല എന്ന് പറയും. ഇത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ ഇപ്പോൾ അവർ സൈറ്റിൽ നിന്ന് അത് പിൻവലിച്ചിട്ടുണ്ട്. ഒരു ഇതാണ്: We do not currently have clinical research test data to meet the EU specifications for meeting the demands of pharmaceutical drugs or the required 15 years safe usage data in Europe to meet all the specification of the traditional herbal medicines. Hence, these products are not meant to be used as medicines. ഇത് നിങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഈ 360 അസ്ഥി ഏതെങ്കിലും ഒരു ആയുർവേദക്കാരനെ എണ്ണി കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇതിനകത്ത് ഈവൻ നമ്മൾ ഇന്റർകോസ്റ്റൽ സ്പേസ് എന്നൊക്കെ പറയുന്ന റിബ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് വരെ എണ്ണിയാൽ പോലും കാണില്ല. അവസാനം എൻ്റെ അടുത്തൊരു ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൽ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ പല്ലും നഖവും മുടിയും ഒക്കെ എണ്ണി പിള്ളേരെ എങ്ങനെയെങ്കിലും 360 അസ്ഥി കാണിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നുള്ളതാണ്. അപ്പോൾ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്ന് എക്സ്റേ വേണമെന്ന് ചോദിച്ചപ്പോൾ വളരെ ന്യായമായ ചോദ്യമാണ് ചോദിച്ചത്. 206 അസ്ഥി ഉണ്ട് എന്ന് പഠിച്ചിട്ട് ഇവർ എക്സ്റേ മെഷീൻ കൊണ്ട് 360 അസ്ഥി എങ്ങനെ കാണും? എൻ്റെ ചോദ്യം ഇപ്പോഴും വാലിഡാണ്. അതിന് അദ്ദേഹം ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. ഇവിടെ ഇന്ന് നടത്തുന്ന സംവാദത്തിൻ്റെ വിഷയം ആയുർവേദം ശാസ്ത്രീയമോ എന്നുള്ളതാണ്. ആയുർവേദം സയൻറ്റിഫിക് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ വിലയിരുത്താൻ പോകുന്നത്. ഒപ്പം തന്നെ ശാസ്ത്രപ്രചാരകൻ തന്നെയായ മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയറിൻ്റെ സെക്രട്ടറി കൂടിയായ ചന്ദ്രശേഖർ രമേശും. ഇനി എന്തുകൊണ്ടാണ് ആയുർവേദം അൺസയൻറ്റിഫിക് ആണെന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നത്? ആയുർവേദത്തിൻ്റെ ബേസിക് ഫിലോസഫി മുതൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ആയുർവേദം തുടങ്ങിയത്? ആയുർവേദം ഇങ്ങനെ വന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏതെല്ലാം തരം അറിവുകൾ നമുക്ക് പറ്റില്ല. ബ്രഹ്മദേവൻ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പുള്ളിക്ക് ഇങ്ങനെ ഇരുന്ന് തോന്നിയപ്പോൾ ഉണ്ടായ ഒരു സാധനമാണ് ആയുർവേദം എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം മനുഷ്യന് അസുഖം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആയുർവേദം. അതൊരു വല്ലാത്ത സെറ്റപ്പാണ്. നമ്മളൊരു പഞ്ചറൊട്ടിക്കുന്ന കട തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് അള്ള് വാങ്ങിച്ചു വെച്ചിട്ട് പഞ്ചർ കട തുടങ്ങി അള്ള് വെച്ച് പഞ്ചറൊട്ടിക്കുന്ന ആളാണ് ബ്രഹ്മാവ്. അതായത് ആദ്യം ചികിത്സ ഉണ്ടാക്കി, അതിന് ശേഷമാണ് പുള്ളി എന്തുണ്ടാക്കിയത്? മനുഷ്യനെ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ലോജിക്കാണ്. അത് പുള്ളി ആടിൻ്റെ തലയുള്ള ദക്ഷ പ്രജാപതിക്ക് കൊടുത്തു. അവിടെ നിന്ന് കുതിരയുടെ തലയുള്ള അശ്വിനി കുമാരന്മാർക്ക് കൊടുത്തു. അശ്വിനി കുമാരന്മാർക്ക് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്മാരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെയുള്ള ദൈവങ്ങൾക്കും അസുഖം വരുമായിരുന്നു, അപ്പോൾ അവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് ഇന്ദ്രന് കൊടുത്തു. പിന്നെ ഈ കാണുന്ന 3 ബ്രാഞ്ച് വഴിയാണ് ഇങ്ങോട്ട് വന്നത്. ചരകൻ, സുശ്രുതൻ, ബാക്കിയുള്ള ആളുകളെല്ലാവരും 3 കാറ്റഗറി ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അവർ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ അതെങ്ങനെയാണ് വന്നത്? സ്വർഗത്തിൽ നിന്ന് റെവലേഷനായിട്ട് കിട്ടിയ സാധനമാണ് താഴോട്ട് കൊണ്ടുവന്നത്. അത് വെച്ചിട്ടാണ് അവരിപ്പോഴും ചികിത്സിക്കുന്നത് എന്നുള്ള ആലോചിക്കുക. ഇതിനകത്ത് ടെസ്റ്റിംഗ് ഇല്ല, എക്സ്പെരിമെൻറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. മനുഷ്യനും അതുപോലെ മരുന്നും ഇവിടെ കാണുന്ന എല്ലാ ചരാചരങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടെന്നുള്ള ഒരു സിദ്ധാന്തമാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതുണ്ടാക്കിയ ആളുകളെ കുറ്റം പറയില്ല. അവർ 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്, അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക്, ഇവർ ക്ലെയിം ചെയ്യുന്ന 5000 വർഷം 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇന്നത്തെ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നില്ല അവർക്ക് പീരിയോഡിക് ടേബിൾ ഒന്നും കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിയില്ല. അവർക്ക് ഒരു പ്രാകൃതമായ ചിന്താഗതിയാണ്, അന്ന് കണ്ട കാര്യങ്ങളെ വെച്ചിട്ട്. ഇതെങ്ങനെയാണ് ഈ സംഭവം വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ പഞ്ചേന്ദ്രിയങ്ങളുണ്ടെന്നാണ് ആയുർവേദം എപ്പോഴും പഠിപ്പിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക്, വായ, ചെവി, നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതെന്ന് പറയുന്നത് മണമാണ്. ഒരു മണ്ണൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മണം അടിക്കും. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. ജലം എന്ന് പറഞ്ഞാൽ രുചിക്കാൻ പറ്റുന്നതാണ്. വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പർശനമുള്ളതാണ്. ദേഹത്ത് കൊണ്ടാൽ തട്ടിയാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, ടച്ച് ചെയ്തു. ആകാശത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ശബ്ദമാണ്. ഇടിയും മിന്നലും ഒക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം ആകാശം എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ശരിക്കും എന്താണ്? ഇതെല്ലാം ഒറ്റ സാധനമാണ്. ഒരു 15 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു നക്ഷത്രത്തിനെ ചുറ്റുന്ന ഒരു സാധാരണ ഗ്രഹമാണ് ഇതെല്ലാം ഭൂമിയുടെ ഭാഗമാണ്. ഭൂമിയുടെ കൂടെ തന്നെ ഉള്ളതാണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ പ്രകാശം തട്ടുമ്പോൾ തോന്നുന്ന ഒരു മായക്കാഴ്ചയാണ് ആകാശം, അല്ലാതെ ആകാശം എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. അപ്പോൾ വായുണ്ട്, എയർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ആകാശം, പൃഥ്വി എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഗ്രീക്കുകാർക്ക് അവർക്ക് ആകാശവും വായുവെങ്കിലും അതെന്തോ എടുത്ത് പറയുന്നതിലൊരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് അവരെന്ത് ചെയ്തു? 4 ഭൂതങ്ങളെ അവർക്കുള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ഈ 4 ഭൂതങ്ങൾ ഇതൊക്കെ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനമാണ് കേട്ടോ. പഞ്ചഭൂതമോ ത്രിദോഷമോ ഒന്നും ഇല്ലാതെ ആയുർവേദമില്ല. ത്രിദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ആകാശവും വായുവും കൂടെ ചേർന്ന് വാദം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നു. ഈ ആകാശവും വായുവും ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുമില്ല, ഒറ്റ സാധനമാണ്. അഗ്നിയാണ് പിത്ത, ജലവും പൃഥ്വിയും കൂടെ ചേർന്നിട്ടാണ് കഫദോഷം ഉണ്ടാകുന്നത്. ഈ 3 ദോഷങ്ങളുടെ ബാലൻസ്, അതായത് എല്ലാം ഒരു സമ്യക് അവസ്ഥയിൽ, അതായത് രസങ്ങളുടെയും ധാതുക്കളുടെയും ഈ ഭൂതങ്ങളുടെയും ഒരു സമ്യക്കായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ബാലൻസ് ആണ് അസുഖമില്ലാത്ത അവസ്ഥ എന്നാണ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാലൻസിൽ നിൽക്കുന്ന ആ ഒരു സംഭവത്തിലാവുമ്പോൾ നിങ്ങൾക്ക് അസുഖമില്ലാതിരിക്കും. അതല്ല, അതിനകത്ത് ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടാവും. ഇതാണ് എറ്റിയോളജി, രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അവരുടെ സിദ്ധാന്തം. ഇതെങ്ങനെ വന്നതെന്നറിയോ? ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ഒരു അന്ധവിശ്വാസം വന്നത്. ഇത് വെറും അന്ധവിശ്വാസമാണ്, ഞാൻ പറഞ്ഞുതരാം. വാദത്തിന് 5-6 ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അതിനകത്തോടൊന്നും പോകണ്ട. ഈ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന മെയിൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറാണ്, അല്ലെങ്കിൽ പക്വാശയം എന്നാണ് അവർ പറയുന്നത്. വയറിൻ്റെ അവിടെ അടിഭാഗത്താണ് ഇരിക്കുന്നത്, അതിൻ്റെ കേന്ദ്രസ്ഥാനം. ബാക്കി ഈ വായു ഇടയ്ക്കിടയ്ക്ക് വാദം ഇടയ്ക്കിടയ്ക്ക് വേറെ സ്ഥലത്തോട്ടൊക്കെ പോവും, വേറെ പല ജോലികളൊക്കെ ചെയ്യുന്നിട്ട് തിരിച്ചു വരും. എന്നാലും ആ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു കാണും. അതായത് കടുവയുടെ ടൈഗർ പീനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഫ്രോഡീസിയാക്കാണ്, ഒരു ലൈംഗിക ഉത്തേജന മരുന്നാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കടുവയുടെ ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത്? ഇതിനെയാണ് ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കരടി നെയ്യ് പുരട്ടി കഴിഞ്ഞാൽ ഉള്ളം കയ്യിൽ വരെ രോമം വളരും എന്ന് പറയുന്നു. ഇതൊക്കെ കരടി ഭയങ്കര മുടിയുള്ള ഒരു ജീവിയായതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ വയറിനകത്ത് ഗ്യാസ് ഉണ്ടാകുമ്പോൾ ഇവർ വിചാരിച്ചത് അവിടെ എന്തോ വാദം കിടന്ന് കളിക്കുന്നു എന്നാണ്. എന്തെങ്കിലും ആഹാരം കഴിക്കുന്നു, വയറിനകത്ത് ഗ്യാസ് ഉണ്ടാകുന്നു, താഴോട്ടും മുകളിലോട്ട് പോകുന്നു. കാര്യം ഈ വാദദോഷത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചലിപ്പിക്കുക, മുകളിലോട്ട് കൊണ്ടുപോകുക, താഴോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങളാണ്. രക്തത്തിനെ തള്ളിക്കൊണ്ടുപോകുന്നത്, കേൾക്കുന്നത്, തല തിരിക്കുന്നത്, കൈ അനക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്ന ജോലി വാദമാണെന്നാണ് പറയുന്നത്. പിത്തം, ഇവർക്ക് പിത്തത്തിൻ്റെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് ആമാശയമാണ്. അപ്പോൾ ഇവരെന്താണ്, ഈ ആസിഡ് റിഫ്ലക്സ് ഒക്കെ വന്ന് തൊണ്ടയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്കും അതിൻ്റെ രസമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്വഭാവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാതാണ്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഇതൊരു എന്താ പറയുക, ഇല്ലാത്ത ഇങ്ങനെ വാദപിത്ത കഫം എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. ഇതൊക്കെ അവർ മെറ്റീരിയൽ ആയിട്ടുള്ള സാധനം കണ്ടാണ്. കഫത്തിൻ്റെ സാധനം എവിടെയാണ്? ഉരസാണ്, നെഞ്ചത്താണ്. നെഞ്ചത്ത് കഫം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കഫം തന്നെയാണ്. അല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. അവർക്കും ഉണ്ടായിരുന്നു ഹ്യൂമറൽ തിയറി, ഗ്രീക്ക് ഹ്യൂമറൽ തിയറി ഉണ്ടായിരുന്നു. അവർക്ക് 4 എണ്ണം ഉണ്ടായിരുന്നു. 4 പഞ്ചഭൂതത്തിന് വരെ 4 ഭൂതവും 4 ഹ്യൂമറൽ തിയറിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് 3 എണ്ണമാണ് എന്നുള്ളത് മാത്രം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു സംഭവമാണ്. ഇത് +2 NCERT ടെക്സ്റ്റാണ്. ഇത് പഠിച്ചിട്ടാണ് ഒരു ആയുർവേദത്തിന് BAMSനോ അല്ലെങ്കിൽ നിങ്ങൾ MBBSനോ ഏതെങ്കിലും ഒരു ഹയർ പരീക്ഷയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് വായിച്ച് പഠിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടാണ് നിങ്ങളെ അതിനകത്തേക്ക് കയറ്റുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ ഒന്ന് വായിക്കാം. ദിസ് ഇസ് വാട്ട് ഏർലി ഗ്രീക്സ് ലൈക്ക് ഹിപ്പോക്രൈറ്റ്സ് ആസ് വെൽ ആസ് ഇന്ത്യൻ ആയുർവേദ സിസ്റ്റം ഓഫ് മെഡിസിൻ അസേർട്ടഡ്. ഇറ്റ് വാസ് തോട്ട് ദാറ്റ് പേഴ്സൺസ് വിത്ത് ബ്ലാക്ക് ബൈൽ, ഈ നേരത്തെ പറഞ്ഞതിനകത്ത് അവർക്ക് യെല്ലോ ബൈലും അവർക്ക് 2 പിത്തമുണ്ട്, യെല്ലോ ബൈലും ശ്യാമപിത്തവും അതുപോലെ തന്നെ ബ്ലാക്ക് ബൈലും അവർക്കുണ്ടായിരുന്നു ഗ്രീക്കുകാർക്ക്. belong to hot personality and would have fevers. The idea was arrived at by pure reflective thought. The discovery of blood circulation by William Harvey using experimental method and the demonstration of normal body temperature in the persons with black bile using thermometer. ഒരു തെർമോമീറ്റർ വെച്ച് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കാണിച്ചപ്പോൾ disproved the good humor hypothesis of health. ശരീരം ഈ ദോഷങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നുള്ളത് അവിടെ തീർന്നു എന്ന് പഠിച്ചിട്ട് അവർ പോയി ആയുർവേദത്തിനകത്ത് 5.5 വർഷത്തെ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹ്യൂമറൊക്കെ വീണ്ടും ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. ഇനി അദ്ദേഹം സ്ഥാപിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, പ്രകൃതി. ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ ഓരോ ശരീര പ്രകൃതി ആയിട്ടാണ് ജനിക്കുന്നത് എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ സങ്കല്പം. ഞാൻ നേരത്തെ പറഞ്ഞു ദോഷങ്ങളുടെ ഒരു ബാലൻസ് ആണ് സുഖമുള്ള ഒരവസ്ഥ. അപ്പോൾ അസുഖം എന്ന് പറഞ്ഞാൽ ഇംബാലൻസ് ആണ്. പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി എന്ന് പറഞ്ഞാൽ ബീജവും അണ്ടവും കൂടെ സംഗമിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി ആയുർവേദക്കാരനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറ്റിക് റീകോമ്പിനേഷനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രകൃതി മാറാൻ പറ്റില്ല. ശ്രദ്ധിക്കുക, പ്രകൃതി മാറ്റാൻ പറ്റാത്ത സാധനമാണ്. 3 പ്രധാനമായിട്ടും 7 തരം പ്രകൃതികളാണുള്ളത്. അതിൽ വാദപ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി വാദയായിരിക്കും. പിത്തപ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി പിത്തായിരിക്കും. ഇംബാലൻസ് ആണെന്ന് ആലോചിക്കുക. പിത്ത കൂടി നിൽക്കും, കഫം കൂടി നിൽക്കുകയാണെങ്കിൽ കഫപ്രകൃതി. ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻസ് ആണ് ബാക്കിയുള്ള പ്രകൃതികളെല്ലാം. അപ്പോൾ ഒരു സന്തുലിതാവസ്ഥയാണ് സുഖം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ജനിക്കുന്നത് തന്നെ അസുഖക്കാരായിട്ടാണ് എന്നാണ് വയ്പ്പ്. മെറ്റീരിയലാണ് വാദ പിത്ത
കഫം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഉള്ള സാധനങ്ങളാണ് പഞ്ചഭൂതവും. അപ്പോൾ ഇതിൻ്റെ ഇംബാലൻസ് ആയിട്ട് ജനിക്കുന്നവർ എന്നും അങ്ങനെ ആയിരിക്കും, അവർക്ക് മാറാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മാറ്റാൻ കഴിയാത്ത കാര്യത്തിന് എന്തിനാണ് സാർ ചികിത്സിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു തട്ടിപ്പാണ് വൈദ്യനെ എന്നും കഞ്ഞി കുടിക്കാനുള്ള മാർഗം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന, ഞാൻ സംസ്കൃത ശ്ലോകം ഒന്നും ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ രംഗണ്ണം പറഞ്ഞതുപോലെ ആദ്യം സംസ്കൃതം പറയുക, പിന്നെ മലയാളം പറയുക, പിന്നെ കന്നഡ പറയുക, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സംസ്കൃതത്തിലോട്ടൊന്നും പോകുന്നില്ല. ആരോഗ്യമുള്ള ആളിനെ ആരോഗ്യത്തോടെ നിലനിർത്തുക, രോഗിയെ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുക, ഇതാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇങ്ങനെ ഒരു ഇൻബാലൻസ് ആയിട്ട് ജനിക്കുന്നുള്ളവരെ ഇവരെന്ത് ചികിത്സ ചെയ്ത് എങ്ങനെയാണ് സ്റ്റേറ്റ് തിരിച്ച് ബാലൻസ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു കോൺസെപ്റ്റാണ് പ്രാണ, തേജസ്, ഓജസ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത സാധനമാണ്. ഇനി ഹൃദയ രോഗങ്ങൾക്ക് ഉള്ള ചികിത്സ ആയുർവേദത്തിന് അവസരം കൊടുത്താൽ ചെയ്യുമെന്ന് പറഞ്ഞു. ആയുർവേദത്തിൻ്റെ ഹൃദയത്തിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കൂ. 2 തരം ഓജസ് ഉണ്ട്. ഓജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ചിലർ പറയുന്നത് ശുക്രധാതുവിൻ്റെ മലമാണെന്നുള്ളതാണ്. ഞാൻ ഇനി അതങ്ങോട്ട് എന്താണെന്ന് പറയും. മലം എന്ന് പറഞ്ഞാൽ എക്സ്ക്രീഷൻ, നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ മലം പോലെ ശുക്രധാതുവിൻ്റെ മലമാണ് ഓജസ് എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് തേജസിൻ്റെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഫോമാണ് ഓജസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ അവർക്കൊരു കൺസെൻസസ് ഇല്ല. വാഗ്ഭടൻ്റെ അഭിപ്രായമല്ല സുശ്രുതൻ. അതുപോട്ടെ, ഈ ഓജസ് മെയിനായിട്ടിരിക്കുന്നത് ഹാർട്ടിലാണ്. ഇത് ബാക്കിയുള്ള സ്ഥലത്തും പോവും. പര ഓജസ്സും ഉണ്ട്, അപര ഓജസ്സും ഉണ്ട്. ഈ ഓജസ് എന്ന് പറയുന്നത് ടെസ്റ്റബിൾ അല്ലാത്ത ഒരു ഹൈപ്പോത്തസിസ് ആണെന്നുള്ളതാണ് എൻ്റെ അനുമാനം. പക്ഷേ ഇവരുടെ പുസ്തകം വായിച്ചപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയല്ല, ഇത് മെറ്റീരിയലാണ്. എങ്ങനെയാണ് ഇത് മെറ്റീരിയലാണെന്ന് പറയുന്നത്? ഓജസ്സിന് 8 അഷ്ടബിന്ദുക്കൾ എന്ന് പറയും, 8 ഡ്രോപ്പുകളായിട്ടാണ് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു വെള്ളത്തിനകത്ത് കൈമുക്കിയിട്ട് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴില്ലേ, അങ്ങനെ 8 തുള്ളി ഓജസ് ഹൃദയത്തിനകത്തുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എത്ര മൈക്രോഗ്രാം ആയിരുന്നാലും നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 8 തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത് അളന്ന് കണ്ടുപിടിച്ച് കാണിക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതാണ്. ശാസ്ത്രീയമാണെങ്കിൽ അത് അളന്ന് കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഓജസ് ഈ ശരീരത്തിൽ, ഈ ഹൃദയത്തിനകത്ത് ഓജസ് ഇരിക്കുന്നു എന്ന് പറയുന്നവർ എങ്ങനെ ഹൃദ്രോഗം ചികിത്സിക്കുന്നതാണ് പറയുന്നത്? ബേസിക് ആയിട്ടുള്ള അനാറ്റമിയോ ഫിസിയോളജിയെ പറ്റിയോ അന്നുള്ള ആളുകൾക്ക് അറിവില്ലായിരുന്നു. അന്നവരെ ഞാൻ അറിവില്ലാത്തവരെന്ന് വിളിക്കില്ല. പക്ഷേ ഇന്നും അത് പറയുകയാണെങ്കിൽ വെറും മോശമാണ്. ആയുർവേദത്തിൻ്റെ അനാറ്റമി അദ്ദേഹം തന്നെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു 360 അസ്ഥി എന്നുള്ള കാര്യം പറഞ്ഞു. അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന അസ്ഥിയൊന്നും അല്ല അവരുടെ അസ്ഥി. അവർ കുറച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട്. അത് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാര്യം അസ്ഥി എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ വേണോ ഡിഫൈൻ ചെയ്യാം. ഉദാഹരണത്തിന് പല്ലും നഖവും ഒക്കെ അവർ അസ്ഥിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ മോഡേൺ ഡെഫിനിഷനുമായിട്ട് യോജിക്കണം, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് അറിവില്ലാത്ത സമയത്ത് അത് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതിന് ഐ ഹാവ് നോ കണ്ടൻഷൻ. പക്ഷേ ഈ 360 അസ്ഥി ഏതെങ്കിലും ഒരു ആയുർവേദക്കാരനെ എണ്ണി കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഇതിനകത്ത് ഈവൻ നമ്മൾ ഈ ഇന്റർകോസ്റ്റൽ സ്പേസ് എന്നൊക്കെ പറയുന്ന റിബ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് വരെ എണ്ണിയാൽ പോലും കാണില്ല. അവസാനം എൻ്റെ അടുത്തൊരു ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പൽ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ പല്ലും നഖവും മുടിയും ഒക്കെ എണ്ണി പിള്ളേരെ എങ്ങനെയെങ്കിലും 360 അസ്ഥി കാണിക്കാൻ ബുദ്ധിമുട്ടുകയാണെന്നുള്ളതാണ്. അപ്പോൾ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്ന് എക്സ്റേ വേണമെന്ന് ചോദിച്ചപ്പോൾ വളരെ ന്യായമായ ചോദ്യമാണ് ചോദിച്ചത്. 206 അസ്ഥി ഉണ്ട് എന്ന് പഠിച്ചിട്ട് ഇവർ എക്സ്റേ മെഷീൻ കൊണ്ട് 360 അസ്ഥി എങ്ങനെ കാണും? എൻ്റെ ചോദ്യം ഇപ്പോഴും വാലിഡാണ്. അതിന് അദ്ദേഹം ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. അടുത്ത റൗണ്ടിലെങ്കിലും പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ശരീരം വാതവും പിത്തവും കഫവും കൊണ്ടല്ല, ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ്. അടിസ്ഥാന കോശം എന്ന് പറയുന്നത് സെല്ലാണ്. സെല്ലിൽ നിന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു, ടിഷ്യൂവിൽ നിന്ന് ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻസ് ചേർന്ന് ഒരു സിസ്റ്റം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പല സിസ്റ്റങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഹ്യൂമൻസും ബാക്കിയുള്ള എല്ലാ ജീവികളും എന്ന് പറയുന്നത്. അതാണ് ശരിയായ അനാട്ടമി ആയിട്ടുള്ള രീതി. ബ്രെയിനിനെ പറ്റിയോ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയോ ആയുർവേദ പുസ്തകങ്ങളിലൊന്നും ഞാൻ പറഞ്ഞതായിട്ട് കാണുന്നില്ല. എല്ലാം കുറേ എനർജി പുഷ് ചെയ്യുന്ന കുറേ ചാനൽസ് ആയിട്ടൊക്കെ പറയുന്നതായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇനി ശരീരധർമ്മശാസ്ത്രം, ഫിസിയോളജിയുടെ കാര്യം എടുത്തു നോക്കൂ. വളരെ വിചിത്രമായിട്ടുള്ളൊരു ഫിസിയോളജിയാണ് ആയുർവേദത്തിനുള്ളത്. ഞാൻ മരുന്നിലോട്ട് എത്തിയിട്ടില്ല എന്ന് ആലോചിക്കണം. ഇതാണ് അവരുടെ സപ്തധാതുക്കൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ശുക്ലത്തിൻ്റെ മലമാണ് ഓജസ് എന്ന് വാഗ്ഭടൻ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് നോക്കൂ, രസധാതു, രക്തധാതു, മാംസധാതു, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം. ഇതാണ് അവരുടെ ഓർഡർ. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ, ബ്ലഡിൻ്റെ പ്ലാസ്മയാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ആയുർവേദ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻസ് ആണ് കേട്ടോ. രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ്, മാംസം എന്ന് പറഞ്ഞാൽ മസിൽ, മേധ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്, അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്, മജ്ജ ബോൺ മാരോ, ശുക്ലം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പോട്ടെ, ഞാനത് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു. ശുക്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബീജം എന്ന് മാത്രമേ പഴയ ഇതിനകത്തുള്ളൂ. പക്ഷേ അവർ ആർത്തവ രക്തമൊക്കെ റീപ്രൊഡക്ഷൻ ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, രസം എന്ന് പറഞ്ഞാൽ പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രക്തത്തിനെ എടുത്തിട്ട് സെൻട്രിഫ്യൂജിൽ ഹൈ സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ മുകളിൽ വരുന്ന ഒരു മഞ്ഞ കളർ പോലെ കാണുന്ന ഒരു ലിക്വിഡാണ്. അതിൽ നിന്നല്ല രക്തം ഉണ്ടാവുന്നത്. ഇവരുടെ ചിന്ത അനുസരിച്ച് കഴിക്കുന്ന ആഹാരം ആമാശയത്തിൽ പോകുന്നു. ആമാശയത്തിൽ അത് ദഹിച്ചതിന് ശേഷം അത് നേരെ ഹൃദയത്തിലേക്ക് പോകുന്നു. അവിടുന്ന്
ഒരു വായു, പ്രത്യേകതരം വായു അതിനെ തള്ളി ശരീരത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നു. അവിടെ വെച്ച് സ്പ്ലീനിലും ലിവറിലും എത്തുന്നു. സ്പ്ലീനിൽ വെച്ച് അതിന് രക്തവർണ്ണം കൊടുത്ത് രക്തം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്താണ് രഞ്ജകവിത്തം. അതിന് ചുമന്ന നിറം കൊടുക്കുകയും രക്തം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല രക്തം ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. ബോൺ മാരോ മെയിനായിട്ടിരിക്കുന്നത് പെൽവിക് ഏരിയയിലും നമ്മുടെ ബ്രസ്റ്റ് ബോണിനകത്തും സ്പൈനിലും ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് രക്തം ഉണ്ടാകുന്നത്. അല്ലാതെ രസത്തിൽ നിന്നല്ല രക്തം ഉണ്ടാകുന്നത്. രക്തത്തിൽ നിന്നല്ല മാംസം എന്ന് പറഞ്ഞാൽ മസിൽ ഉണ്ടാകുന്നത്. അവിടെ നിന്നല്ല കൊഴുപ്പുണ്ടാകുന്നത്. ഒന്ന് പ്രോട്ടീനും ഒന്ന് ലിപ്പിഡ്സുമാണ്. കൊഴുപ്പും പ്രോട്ടീനും ഭയങ്കര വ്യത്യാസമുള്ള സാധനമാണ്. അസ്ഥി എന്ന് പറഞ്ഞാൽ ബോൺ ഉണ്ടാകുന്നത് കൊഴുപ്പിൽ നിന്നല്ല ബോൺ ഉണ്ടാകുന്നത്. അതിൽ നിന്നല്ല മജ്ജ ബോൺ മാരോ ഉണ്ടാകുന്നത്. അതിൽ നിന്നല്ല ശുക്ലം ഉണ്ടാകുന്നത്. ഇത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു ശരീരധർമ്മശാസ്ത്രമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ഡയഗ്നോസിസിനകത്തേക്ക് എത്താൻ പറ്റില്ല. ഒരു രോഗിയായിട്ട് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അസുഖം വന്നു എന്ന് നിങ്ങൾക്ക് ഒരു ഡോക്ടറിന് തീരുമാനിക്കാൻ പറ്റുന്ന വാദം, പിത്തം, കഫം മെഷറബിൾ ആണോ? ഒബ്ജക്റ്റീവ്ലി നിങ്ങൾക്ക് കാണിക്കാവോ? ഇതിനകത്തൊരു ഇംബാലൻസ് ഒന്നും ഇല്ല. മാത്രമല്ല, ഇംബാലൻസ് വന്നിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഓരോ പ്രകൃതിയായിട്ടാണ് വരുന്നത്. ആ പ്രകൃതിയിലുള്ളത് മാറ്റാൻ പറ്റാത്തതാണ്. ഇനി പ്രകൃതി മാറുന്നതാണ് വികൃതി എന്നാണ് ഇവർ പറയുന്നത്. വല്ലാത്ത വികൃതിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു നെഞ്ചുവേദനയായിട്ട് ഒരാൾ വരികയാണ്. പല കാരണങ്ങൾ കൊണ്ട് നെഞ്ചുവേദന വരാം. ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലേക്ക് എത്തണം. കൃത്യമായി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണോ വന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു ആധുനിക സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളൊന്നുകിൽ ഒരു എക്കോ കാർഡിയോഗ്രാം എടുത്ത് നോക്കും. ഹാർട്ടിൻ്റെ പേശികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കും. ഒരു കോൺട്രാസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ അതിനകത്തൂടെ ശരീരത്തിനകത്ത് എവിടെയാണ് ബ്ലോക്ക്, എത്രത്തോളമാണ് മെലിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ECG എടുത്ത് ഒരു റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കൃത്യമായി കാണാനുള്ള മാർഗ്ഗങ്ങൾ ഇവർക്ക് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഇതിനകത്ത് വാദം കാണാൻ പറ്റുമോ? പിത്തം കാണാൻ പറ്റുമോ? കഫം കാണാൻ പറ്റുമോ? അപ്പോൾ ഈ മോഡേൺ ഡയഗ്നോസ്റ്റിക് സാധനങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് ആലോചിക്കുക. ഇനി ആയുർവേദിക് പ്രിപ്പറേഷൻസ്, അതായത് രോഗം എന്താണെന്ന് പോലും അറിയില്ല, ശരീരം എന്താണെന്ന് അറിയില്ല, ശരീരത്തിൻ്റെ ഫിസിയോളജി അറിയില്ല. ഇനി ഇവർ രോഗം കണ്ടുപിടിച്ചു, അവരുടെ പിത്തം ഇതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ആയുർവേദിക് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വേറെ മാർഗ്ഗങ്ങളില്ല. ഒരു ചെടി നിങ്ങൾക്ക് എന്തെങ്കിലും, ഇവരുടെ മെയിൻ മരുന്നുകൾ ഞാൻ പറഞ്ഞുതരാം. വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക. സോപ്പ് കൊടുത്തല്ലേ, നമ്മളെ നാടുവാഴികൾ സിനിമയിൽ വിമ്മിട്ട് കലക്കി കൊടുക്കൂലേ? കൊടുത്തു കഴിഞ്ഞാലും വയറിളകും. ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറിളക്കോ ഛർദ്ദിലോ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് സത്യം. ഇവർ ചെയ്യുന്നത് എന്താണ്? ഒരു ചെടി, എല്ലാത്തിനും ചികിത്സ വയറിളക്കവും ഛർദ്ദിലുമാണ് മിക്കതിനും. ഇവർ ഒരു ചെടി എടുത്തുകൊണ്ട് വരുന്നു. ഈ ചെടി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ചായ ഇടുന്നത് പോലെ ഒന്ന് ഡിക്കോഷൻ ഇടും, അല്ലെങ്കിൽ എല്ലാം കൂടെ കാച്ചിക്കുറുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ വാറ്റിയെടുക്കും. അല്ലേ? ഒരു വളരെ വോളറ്റൈലായിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് വാറ്റിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഇന്നും അതാണ് ചെയ്യുന്നത്. ഇന്ന് ഒരു ചെടിക്കകത്തുള്ള 10,000 മോളിൽ നിന്ന് നമുക്ക് ഒരു കറക്റ്റ് മോളിക്യൂളിനെ, ആവശ്യമുള്ള ഒരു മോളിക്യൂളിനെ മാത്രം എടുത്തിട്ട് ചികിത്സിക്കാനായിട്ടുള്ള മാർഗ്ഗം നമുക്കിന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കൊരു കരിക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിക്ക് മാത്രം മാറ്റി കുടിക്കുക. തൊണ്ടും ചകിരിയും ഒന്നും തിന്നേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ് കാര്യം. അപ്പം ഇങ്ങനെയാണ് ആയുർവേദ മരുന്നുകളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ടോക്സിസിറ്റി, ഈ സാധനം മരുന്നായിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളതിന് പോലും ഇന്ന് വരെ ഒരു തെളിവില്ല. ആയുർവേദത്തിൻ്റെ പ്രിപ്പറേഷൻസ് മരുന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതിന് പോലും ഇന്ന് വരെ ഒരു തെളിവില്ല. ഇനി ടോക്സിസിറ്റി മരുന്നായിട്ടേ അറിയില്ല. ടോക്സിസിറ്റി ഇമീഡിയറ്റ് ആയിട്ട് തന്നെ കാണുന്നില്ല, ചിലപ്പോൾ കുറച്ച് കാലം കഴിയും. ഉദാഹരണത്തിന് അദ്ദേഹം കാണിച്ച സ്ലൈഡിനകത്ത് ഉണ്ടായിരുന്ന അരിസ്റ്റലേഷ്യ എന്ന് പറയുന്ന സാധനം. ഈ അരിസ്റ്റലോക്കിക് ആസിഡ് എന്ന് പറയുന്നത് കിഡ്നി അടിച്ച് കളയുന്നും അതുപോലെ തന്നെ ഉറപ്പായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളതിന് ഇന്ത്യയിലും പുറത്തുള്ള ഈ ഗരുഡക്കൊടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്, ഒരു ഹെർബാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതും അതുപോലെ തന്നെ ക്യാൻസർ വരുന്നുള്ള കാർസിനോജനിക് ആണ്, ഇതൊരു മ്യൂട്ടോജനിക് ഏജന്റ് ആണെന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റുമെന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ല എന്ന് മനസ്സിലാക്കി. ഇത് മാത്രമല്ല, വേറെ ധാരാളം കാര്യങ്ങളുണ്ടെന്ന് ആലോചിക്കുക. അശ്വഗന്ധ ഇല്ലാതെ ഇവർക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ടോ? അശ്വഗന്ധയ്ക്ക് അകത്ത് ടോക്സിസിറ്റി ഉണ്ടെന്ന് റിപ്പീറ്റഡ് സ്റ്റഡീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നാട്ടിലുള്ള ചെടികളൊക്കെ എന്തിനാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ മരുന്നുണ്ടാക്കി സൂക്ഷിക്കുകയാണോ? അല്ല. അതിനെന്തെങ്കിലും ബാധ്യതയുണ്ടോ അങ്ങനെ ചെയ്യണമെന്ന്? ഇല്ല. അതിനെ കടിക്കാൻ വരുന്ന ഹെർബിവോസിനെയും ഇൻസെക്ട്സിനെയും ഒക്കെ തടുക്കാനായിട്ട് ഓടിപ്പോകാൻ കഴിവില്ലാതെ വേറിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ചെടികളാണ്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വിഷം ഉണ്ടാക്കി സൂക്ഷിക്കുക. അവരുടെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ജീവികളെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന മരിച്ചീനിക്കകത്തുള്ള ഹൈഡ്രോസൈനിക് ആസിഡ് കഴിച്ചു കഴിഞ്ഞാൽ കട്ട് എന്ന് പറയുന്നില്ലേ, തൊലി ചെത്തിയിട്ട് എഴുതുന്ന പശു ചാവില്ലേ? നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ ഈ വിഷം കുറഞ്ഞ സാധനത്തിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയും വിഷം കൂടിയത് ഈ
കസാവ ടോക്സിസിറ്റി എന്ന് അടിച്ചു വയ്ക്കുക കാല് വളഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ആ വിഷമുള്ള മരിച്ചീനി കഴിക്കുന്നതാണ്. വേറെ സോഴ്സ് ഇല്ല, ഫുഡിന് നിവർത്തിയില്ലാത്ത ആളുകൾ ഇപ്പോഴും കഴിക്കുന്ന കാണുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം ആയുർവേദം ഇത് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്, ഒരു കെമിക്കലും ഇല്ല എന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തെറ്റാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കാഞ്ഞിരത്തിൻ്റെ ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, നക്സ് വോമിക്ക. സ്ട്രൈച്ചിനിൻ എന്ന് പറഞ്ഞൊരു ടോക്സിൻ ഉണ്ട്. കാഞ്ഞിരത്തിൻ്റെ കുരു പാലിലിട്ട് കഴിഞ്ഞാലും കഴിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിനകത്തും ഉപയോഗിക്കുന്നതാണ്. ഇനി അദ്ദേഹത്തോട് പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിലുള്ള ചെടികളിലെല്ലാം നിങ്ങൾക്ക് സ്വന്തമല്ല സാർ. ആദ്യം മനസ്സിലാക്കണം. ഇത് പഠിക്കാൻ ഇവിടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സയൻസ് ഉണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട്ടിൽ കാണുന്ന ഈ എന്താ പറയുക പുല്ലും ചെടിയും കാര്യങ്ങളും എല്ലാം ഈ ഏത് ചെടി എടുത്താലും ഇത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയാണ്. ആയുർവേദത്തിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. റീപർപ്പസിങ്ങിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. സർപ്പഗന്ധി എന്ന് പറഞ്ഞൊരു ചെടിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റോൾഫിയ സർപ്പൻറ്റീന എന്ന് പറഞ്ഞ ചെടി. ഈ റോൾഫിയ സർപ്പൻറ്റീന എന്ന് പറഞ്ഞ ചെടി ആയുർവേദത്തിനകത്ത് മരുന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇവിടെ ബ്ലഡ് പ്രഷറിന് ഉപയോഗിക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സർപ്പഗന്ധി എന്തിനാണ് ആയുർവേദത്തിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ആയുർവേദത്തിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൂഷിക വിഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക ചിലന്തി വിഷം ഇതുപോലെയുള്ള കാര്യത്തിനാണ്. ഈ മൂഷികിന് വിഷമൊന്നുമില്ല കേട്ടോ. ആയുർവേദത്തിനകത്ത് എലിക്കൊക്കെ വിഷമുണ്ട്. എലിയൊരു മാമലാണ്, അതിന് വിഷഗ്രന്ഥികളൊന്നുമില്ല. എന്നിട്ട് ഇതിനുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് സർപ്പഗന്ധി. മോഡേൺ മെഡിസിനിൽ റെസർപ്പിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇതിനെ റീപർപ്പസ് ചെയ്ത് രക്താതി സമ്മർദ്ദത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്നായിട്ട് മാറ്റി സർപ്പഗന്ധി ഇപ്പോഴും അലച്ചു കറക്കി പലരും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്ത് ടെസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ മോഡേൺ മെഡിസിൻ ഇത് ലോങ് ടേം യൂസ് കൊണ്ട് റിസർപ്പിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മോളിക്യൂൾ പിൻവലിച്ചു. റീപർപ്പസ് ചെയ്ത അവർ റീപർപ്പസ് ചെയ്യാനുള്ള അനുമതിയില്ല, ആയുർവേദക്കാർ ചെയ്യുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ റീപർപ്പസ് ചെയ്തു. മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർപ്പഗന്ധി ഇപ്പോഴും രക്താതി സമ്മർദ്ദത്തിന് കൊടുക്കുന്നുണ്ട്. അത് സീരിയസ് ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പാർക്കിൻസൺസ് ഡിസീസും അതുപോലെയുള്ള പല കാര്യങ്ങളും വരാനുള്ള ഒരു കാരണമാണ്. ഇത് നിങ്ങൾ കാണണം. നമ്മുടെ നാട്ടിൽ സേഫാണ്, മരുന്നാണ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന പല സാധനങ്ങളും യൂറോപ്യൻ യൂണിയനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പറയും ഇതിവിടെ നടക്കില്ല എന്ന് പറയും. ഇത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ ഇപ്പം അവർ സൈറ്റിൽ നിന്ന് അത് പിൻവലിച്ചിട്ടുണ്ട്. ഒരു ഇതാണ്, വി ഡു നോട്ട് കറൻ്റ്ലി ഹാവ് ക്ലിനിക്കൽ റിസർച്ച് ടെസ്റ്റ് ഡേറ്റ ടു മീറ്റ് ദ EU specifications for meeting the demands of pharmaceutical drugs or the required 15 years safe usage data in Europe to meet all the specification of the traditional herbal medicines. Hence, these products are not meant to be used as medicines. ഇത് നിങ്ങൾ മരുന്നായിട്ട് ഉപയോഗിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു കാര്യം കൂടെ പറയാം, ഇനി എത്ര സമയമാണെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. എന്തുകൊണ്ടാണ് ആയുർവേദ മരുന്നുകൾ ഫലിക്കുന്നു എന്ന് തോന്നുന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ ഫലിക്കുന്നു എന്ന് കുറേ പേരെങ്കിലും പറയുന്നതിനെ പറ്റി ഞാൻ പറയാം. അത് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പോയിന്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, ആയുർവേദത്തിൻ്റെ ഉത്ഭവം അശാസ്ത്രീയമാണ്, മിത്തിക്കലാണ്, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ആയുർവേദത്തിൻ്റെ അനാട്ടമി ബ്രഹ്മാവിൽ നിന്ന് വന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഒരുപാട് എല്ലും ഒരുപാട് കാര്യങ്ങളും കൂടുതലുണ്ട്, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം അതിൻ്റെ ഫിസിയോളജി, ശരീരത്തിൻ്റെ ധർമ്മശാസ്ത്രം, ദേ ഹാവ് നോ ക്ലൂ. മരുന്ന് അസുഖം എന്തോന്ന് പോലും അറിഞ്ഞൂടാത്തവർ മരുന്ന് കൊടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അഞ്ചാമത്തെ കാര്യം, ഇതൊരു സർക്കാർ സ്പോൺസേഡ് അന്ധവിശ്വാസമാണ്. സർക്കാർ കൊടുക്കുന്നതെല്ലാം സേഫാണെന്ന് അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. സർക്കാർ ബിവറേജസ് കോർപ്പറേഷൻ വഴി മദ്യം വിൽക്കുന്നുണ്ട്, ലോട്ടറി വിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡുണ്ട്. ഇവിടെ ശാസ്ത്രം നോക്കിയിട്ടല്ല സർക്കാർ പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന, ആളുകൾക്ക് ആവശ്യമുള്ള കാര്യം കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി സയൻസ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് BAMS നടത്തുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.